രക്ഷയുടെ പാതയിൽ. ഈശ്വംസിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഹായ് കൂട്ടുകാരെ, എല്ലാവരും കഴിഞ്ഞ ആഴ്ചയിലെ ആദ്യ മാതാപിതാക്കളെ പോലെ ദൈവത്തോടൊപ്പം ആയിരുന്നോ? കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ കണ്ടു, ആദ്യ മാതാപിതാക്കള് ദൈവത്തോടൊപ്പം ഏദെൻ തോട്ടത്തിൽ താമസിച്ചപ്പോൾ നല്ല സന്തോഷം ഉണ്ടായിരുന്നു അല്ലേ? അതുപോലെ നിങ്ങളും കഴിഞ്ഞ ഒരാഴ്ചക്കാലം മുഴുവൻ സന്തോഷത്തിലായിരുന്നോ? എന്താ ആയിരുന്നല്ലേ? എല്ലാവരും നല്ല കുട്ടികളാണ് കേട്ടോ. അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങണ്ടേ? അപ്പം എല്ലാവരും എന്ത് ചെയ്യണം? ആദ്യം നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയോട്. ഈശോയെ, ഇന്നത്തെ ദിവസം ഞങ്ങളുടെ കൂടെയായിരുന്ന് ഞങ്ങൾ ഇന്ന് പഠിക്കാൻ പോകുന്ന പാഠഭാഗങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കി തരണമേ. ഞങ്ങൾക്ക് ആരെയാണ് ഓർമ്മ വരുന്നതെന്നറിയാമോ? നിന്റെ ഉപമകളും വചനങ്ങളും പഠിക്കാൻ കഴിയാതെ വിഷമിച്ച നിന്റെ ശിഷ്യന്മാരെയാ. അപ്പോ ഈശോ എന്താ ചെയ്തത്? പരിശുദ്ധാത്മാവിനെ അയച്ച് അവരെ ശക്തിപ്പെടുത്തിയില്ലേ? ലോകത്തെങ്ങും പോയി വചനം പ്രഘോഷിക്കാൻ അവർക്ക് നീ ശക്തി കൊടുത്തില്ലേ? അതുപോലെ കുഞ്ഞുമക്കളായ ഞങ്ങൾക്കും ഈ പാഠഭാഗങ്ങൾ മനസ്സിലാക്കാൻ ഞങ്ങളെ സഹായിക്കില്ലേ? നീ ഞങ്ങളെ ബ്ലെസ് ചെയ്യില്ലേ? ആമേൻ. നീ എല്ലാ കുഞ്ഞുമക്കളും ഇരുന്നേ. പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവരുടെയും മുഖത്ത് എന്തൊരു പ്രകാശമാണ്. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നമ്മൾ ശക്തി പ്രാപിക്കും. അപ്പൊ നമുക്ക് ഈ ശക്തിയോട് കൂടി തന്നെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. അതിനു മുൻപേ ടീച്ചർ ചോദിക്കട്ടെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? എല്ലാവരും ഓർത്ത് നോക്കിക്കേ, എന്തൊക്കെയാണ് പഠിച്ചത്? നമ്മൾ മനോഹരമായ ഏദെൻ തോട്ടത്തെ കുറിച്ച് അറിഞ്ഞു അല്ലേ? എന്തൊക്കെയാണ് ആ ഏദെൻ തോട്ടത്തിലുള്ളത്? ഒന്ന് ഓർത്തു നോക്കാം. എന്തൊക്കെയാണ്? മനോഹരമായ ചെടികൾ, പൂക്കൾ, പല നിറത്തിലും മണത്തിലുമുള്ള പൂക്കളുണ്ട്. പിന്നെയോ വലിയ വലിയ മരങ്ങൾ. പിന്നെ തോട്ടത്തിന്റെ നടുവിലൂടെ ഒരു നദി ഒഴുകുന്നുണ്ട്. പിന്നെയോ തോട്ടത്തിന്റെ നടുവിൽ 2 വൃക്ഷങ്ങളുണ്ട്. എല്ലാം ടീച്ചറല്ലേ പറയുന്നത്? ഇനി ടീച്ചർ നിങ്ങളോട് ചോദിക്കട്ടെ, ആ 2 വൃക്ഷത്തിന്റെ പേരെന്തൊക്കെയാണ്? പറ, ഉറക്കെ പറ. ജോൺ പറയുന്നുണ്ടല്ലോ. എന്താണ്? ഒന്നാമത്തെ വൃക്ഷം ജീവന്റെ വൃക്ഷം. പിന്നെയോ രണ്ടാമത്തെ വൃക്ഷത്തിന്റെ പേരെന്താണ്? പറ കേക്കട്ടെ. നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷം. ഇങ്ങനെ 2 വൃക്ഷങ്ങളൊക്കെ ഉണ്ടല്ലേ? അങ്ങനെ ഈ കഥ കേട്ടപ്പോൾ നമുക്ക് ഒത്തിരി ഇഷ്ടമായി കഴിഞ്ഞ പ്രാവശ്യം അല്ലേ? ഈ തോട്ടം കാണാൻ, ഈ തോട്ടത്തിലേക്ക് പോകാൻ ഇല്ലേ? ഈ ആദ്യ മാതാപിതാക്കള് ദൈവത്തെ അനുസരിച്ചും സ്നേഹിച്ചും ഈ ഏദെൻ തോട്ടത്തിൽ താമസിച്ചപ്പോൾ അവർക്ക് എന്താ ഉണ്ടായത്? സന്തോഷം ഉണ്ടായി അല്ലേ? സന്തോഷവും സമാധാനവും അവർക്കുണ്ടായി ഇല്ലേ? നമ്മുടെ പുസ്തകത്തിൽ ഒരു കുഞ്ഞു പാട്ടുണ്ട്, നമുക്കതൊന്ന് പാടി നോക്കിയാലോ? ദൈവത്തോടൊത്തെന്നും വാണിടുകിൽ സന്തോഷം നമ്മളിൽ വന്നു ചേരും, സ്നേഹത്തിൽ എന്നെന്നും നിന്നിടുകിൽ ദൈവത്തിൻ പറുദീസ സ്വന്തമാക്കാം. ഒന്നും കൂടി പാടാം. ദൈവത്തോടൊത്തെന്നും വാണിടുകിൽ സന്തോഷം നമ്മളിൽ വന്നു ചേരും, സ്നേഹത്തിൽ എന്നെന്നും നിന്നിടുകിൽ ദൈവത്തിൻ പറുദീസ സ്വന്തമാക്കാം, ദൈവത്തിൻ പറുദീസ സ്വന്തമാക്കാം. നല്ല പാട്ടല്ലേ? ഇത് നമ്മുടെ പുസ്തകത്തിലെ പാട്ടാണ്. അപ്പം എല്ലാവരും കുറേ പ്രാവശ്യം പാടി പഠിച്ച് വീട്ടിലുള്ള എല്ലാവർക്കും പാടി കൊടുക്കണം. പാടി കൊടുക്കില്ലേ? ഉണ്ടല്ലേ? നിങ്ങൾ നല്ല കുട്ടികളാണ്. അപ്പോഴേ ഈ ഏദെൻ തോട്ടം കാണാൻ നമുക്ക് എല്ലാവർക്കും കൊതിയായി അല്ലേ? ഈ ഏദെൻ തോട്ടത്തിൽ താമസിക്കാൻ. ടീച്ചർ ഒരു കാര്യം പറയട്ടെ, ഈ ഏദെൻ തോട്ടം നമ്മുടെ മുന്നിലുണ്ട്. എങ്ങോട്ടാ നോക്കുന്നേ? നമ്മുടെ വീട് തന്നെയാണ് നമ്മുടെ ഏദെൻ തോട്ടം. നമ്മുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? അപ്പച്ചനുണ്ട്, അമ്മച്ചിയുണ്ട്, പിന്നെയോ അപ്പാപ്പൻ, അമ്മാമ്മ, ചേട്ടൻ, ചേച്ചി, കുഞ്ഞനുജൻ, അനുജത്തി, എല്ലാവരും ഉണ്ടല്ലേ? ഇവരെയൊക്കെ തന്നത് ആരാണെന്നാ പറഞ്ഞേ? ദൈവം. ദൈവത്തിന് നമ്മുടെ എന്തൊരു സ്നേഹമാണ് അല്ലേ? അതുകൊണ്ടല്ലേ ദൈവം നമുക്ക് ഇത്രയും അപ്പച്ചനെയും അമ്മച്ചിയെയും സഹോദരങ്ങളെയും ഇത്ര നല്ല വീടും എല്ലാം തന്നത്. അപ്പോഴേ നമ്മുടെ വീട് തന്നെയാണ് നമ്മുടെ ഏദെൻ തോട്ടം. നമ്മുടെ ഈ വീട് എങ്ങനെയാണ് ഏദെൻ തോട്ടമാകുന്നതെന്നറിയാമോ? നമ്മള് ആദ്യ മാതാപിതാക്കളെ പോലെ തന്നെ ദൈവത്തെ അനുസരിച്ചും സ്നേഹിച്ചും ജീവിക്കുമ്പോഴാണ് നമ്മുടെ വീട് ഒരു ഏദെൻ തോട്ടമായി മാറുന്നത്.
ഇപ്പൊ മനസ്സിലായോ കൂട്ടുകാർക്ക്? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ മാതാപിതാക്കളെ അനുസരിക്കണം, മുതിർന്നവരെ ബഹുമാനിക്കണം, പിന്നെയോ മാതാപിതാക്കളെ ചെറിയ ചെറിയ ജോലികളിൽ സഹായിക്കണം. അങ്ങനെ ഒത്തിരി നന്മകൾ ചെയ്ത് നല്ല കുട്ടികളായിട്ട് വളരണം. അപ്പൊ എന്തുണ്ടാവും? നമ്മുടെ വീടൊരു പറുദീസയായി, ഒരു ഏദൻ തോട്ടമായി മാറും. അപ്പോഴേ അവിടെ ആര് വസിക്കും? ദൈവം വസിക്കും. അങ്ങനെ ദൈവം വസിക്കുന്ന വീട് നമ്മുടെ ഏദൻ തോട്ടമായി മാറും. പിന്നെയോ ദൈവത്തോടൊപ്പം വസിക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ സന്തോഷം ഉണ്ടാകും, സമാധാനം ഉണ്ടാവും, പ്രത്യാശയുണ്ടാവും. പിന്നെ ഒരു കാര്യം മറക്കാൻ പാടില്ല, നമ്മളെന്നും കുടുംബ പ്രാർത്ഥന ചൊല്ലണം. ചൊല്ലാറുണ്ടോ നിങ്ങള്? ഉണ്ടല്ലേ? എന്നും കുടുംബ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ച് നമ്മൾ വേണം നമ്മുടെ വീട്ടിലെ സന്തോഷം ഉണ്ടാക്കാൻ. സന്തോഷം ഉണ്ടാകാൻ എന്ത് ചെയ്യണം? നമ്മൾ ഒത്തിരി ഒത്തിരി നന്മ പ്രവർത്തികൾ ചെയ്യണം. നന്മ പ്രവർത്തികൾ ചെയ്യുമ്പോൾ നമ്മൾ എന്തായി മാറും? ദൈവത്തിന് ഇഷ്ടമുള്ള മക്കളായി മാറും. അങ്ങനെ നമ്മുടെ വീട് ഒരു ഏദൻ തോട്ടമായി മാറും. ഇപ്പൊ മനസ്സിലായോ? നമ്മുടെ മുന്നിലുള്ള ഏദൻ തോട്ടം ഏതാണ്? നമ്മുടെ വീടാണ്. ദൈവം നമ്മെ സ്നേഹിക്കുന്നുണ്ട്, അല്ലേ? ദൈവം നമ്മെ ഒത്തിരി ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ദൈവം നമ്മോടൊപ്പം വസിക്കാനായി ആഗ്രഹിക്കുകയാണ്. അപ്പൊ നമ്മൾ ദൈവത്തിന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കണ്ടേ? അപ്പൊ നമ്മൾ നന്മ ചെയ്ത് നല്ല കുട്ടികളായി ജീവിക്കുമ്പം നമ്മൾ ദൈവത്തിന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ വീട്ടിൽ സന്തോഷം ഉണ്ടാകുകയാണ്. എല്ലാവരും ഇനി മുതൽ നല്ല കുട്ടികളാവില്ലേ? ഉണ്ടല്ലേ? അപ്പോഴേ നമുക്ക് ഇന്നൊരു ഉറച്ച തീരുമാനമെടുത്താലോ? എടുക്കാം. എല്ലാവരും ഉറക്കെ പറയണം. എന്താണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന തീരുമാനം? എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ദൈവത്തെ സ്നേഹിച്ചും അനുസരിച്ചും ഞാൻ ജീവിക്കും. എന്താണ് തീരുമാനം? എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ദൈവത്തെ സ്നേഹിച്ചും അനുസരിച്ചും ഞാൻ ജീവിക്കും. എല്ലാവരും ഉറച്ച തീരുമാനം എടുത്തോ? അപ്പോഴേ തീരുമാനമെടുത്താൽ മാത്രം പോരാ, എന്ത് ചെയ്യണം? അത് പ്രാവർത്തികമാക്കണം. കൊച്ചു കൊച്ചു നന്മകൾ ചെയ്ത് മാതാപിതാക്കളെ അനുസരിച്ച് നമ്മൾ ഈ തീരുമാനം പ്രാവർത്തികമാക്കും. ചെയ്യില്ലേ എല്ലാവരും? ഉണ്ടല്ലേ? അപ്പോഴേ ഇനി നമുക്കൊരു കുഞ്ഞ് യക്ഷ സോങ് പഠിച്ചാലോ? എല്ലാവരും പെട്ടെന്ന് എഴുന്നേറ്റേ, പഠിക്കാം. ടീച്ചറോടൊപ്പം ഉറക്കെ പാടില്ലേ? വാനിലെ കുഞ്ഞുമാലാക പോൽ പാറിപ്പറക്കും ഞാൻ, നന്മകൾ ചെയ്ത് നല്ലതു ചെയ്ത് പാറിപ്പറക്കും ഞാൻ. വാനിലെ കുഞ്ഞുമാലാക പോൽ പാറിപ്പറക്കും ഞാൻ, നന്മകൾ ചെയ്ത് നല്ലതു ചെയ്ത് പാറിപ്പറക്കും ഞാൻ. ലാ 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 ഓ ഹോ 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 ലാ 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 ഓ ഹോ 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 ഹോ. ഇഷ്ടമായോ പാട്ട്? ഒന്നും കൂടി പാടാം. വാനിലെ കുഞ്ഞുമാലാക പോൽ പാറിപ്പറക്കും ഞാൻ, നന്മകൾ ചെയ്ത് നല്ലതു ചെയ്ത് പാറിപ്പറക്കും ഞാൻ. വാനിലെ കുഞ്ഞുമാലാക പോൽ പാറിപ്പറക്കും ഞാൻ, നന്മകൾ ചെയ്ത് നല്ലതു ചെയ്ത് പാറിപ്പറക്കും ഞാൻ. യേശുനാഥനെന്നും കൈപിടിച്ചിടും, വീണിടാതെ എന്നെ എന്നും താങ്ങി നിർത്തിടും. യേശുനാഥനെന്നും കൈപിടിച്ചിടും, വീണിടാതെ എന്നെ എന്നും താങ്ങി നിർത്തിടും. ഹല്ലേലൂയാ 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 പാടും ഞാൻ. വാനിലെ കുഞ്ഞുമാലാക പോൽ പാറിപ്പറക്കും ഞാൻ, നന്മകൾ ചെയ്ത് നല്ലതു ചെയ്ത് പാറിപ്പറക്കും ഞാൻ. വാനിലെ കുഞ്ഞുമാലാക പോൽ പാറിപ്പറക്കും ഞാൻ, നന്മകൾ ചെയ്ത് നല്ലതു ചെയ്ത് പാറിപ്പറക്കും ഞാൻ. യേശുനാഥനെന്നും കൈപിടിച്ചിടും, വീണിടാതെ എന്നെ എന്നും താങ്ങി നിർത്തിടും. യേശുനാഥനെന്നും കൈപിടിച്ചിടും, വീണിടാതെ എന്നെ എന്നും താങ്ങി നിർത്തിടും. ഹല്ലേലൂയാ 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 പാടും ഞാൻ. ഹല്ലേലൂയാ 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 പാടും ഞാൻ.
ഇഷ്ടമായോ എല്ലാവർക്കും പാട്ട്? ആണല്ലേ? അപ്പൊ എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് പാടി വീട്ടിൽ കളിച്ചു നോക്കണം. നോക്കില്ലേ? ഉണ്ടല്ലേ? അപ്പോഴേ ഈ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാ കണ്ടത്? എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? ടീച്ചർ ചോദിച്ചു നോക്കട്ടെ, കിട്ടുമോ എല്ലാവർക്കും? ഏദേൻ തോട്ടത്തിന്റെ മറ്റൊരു പേരെന്താണ്? പറുദീസ. നമ്മുടെ രണ്ടാം പാഠം ഇന്ന് അവസാനിക്കുകയാണ്. ടീച്ചർ ചോദിക്കുകയാണ്, ദൈവം എന്തിനു വേണ്ടിയാണ് ഏദേൻ തോട്ടം ഒരുക്കിയത്? ആദ്യ മാതാപിതാക്കളായ ആദത്തിനും ഹവ്വയ്ക്കും താമസിക്കാൻ വേണ്ടി. ഇനി എന്താണ് സന്തോഷം? പറുദീസായിലെ സന്തോഷം എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തോടൊപ്പം വസിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷമാണ് പറുദീസായിലെ സന്തോഷം. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ? അപ്പൊ എല്ലാവരും എന്ത് ചെയ്യണം? പാഠം നന്നായി വായിച്ചു നോക്കണം, ഉത്തരങ്ങളൊക്കെ നന്നായി പഠിക്കണം, പാട്ട് പഠിക്കണം. ചെയ്യില്ലേ എല്ലാവരും? ഉണ്ടല്ലേ? അപ്പൊ ടീച്ചറേ, നമ്മുടെ പുസ്തകത്തിലെ 15-ാമത്തെ പേജില് നമുക്കൊരു പ്രവർത്തനമുണ്ട്. എന്താണെന്നറിയാമോ? ദൈവത്തോടൊപ്പം വസിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന സൗഭാഗ്യങ്ങൾ ഏതൊക്കെ? അങ്ങനെ വഴി കണ്ടുപിടിക്കണം. അപ്പൊ നിങ്ങൾ എല്ലാവരും നല്ല കുട്ടികളായി വഴി കണ്ടുപിടിക്കില്ലേ? നമുക്കറിയാം അല്ലേ? ദൈവത്തോടൊപ്പം വസിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെയാ ഉണ്ടാവുക? സുഖം, സമാധാനം, സന്തോഷം, പ്രത്യാശ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അങ്ങോട്ട് വഴി കണ്ടുപിടിക്കണം. അങ്ങനെ വഴി കണ്ടുപിടിച്ച് എന്ത് ചെയ്യണം? ഇന്ന് തന്നെ അത് ഫോട്ടോ എടുത്ത് നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കണം. കൊടുക്കില്ലേ എല്ലാവരും? ഉണ്ടല്ലേ? അപ്പോഴേ ഈ രണ്ടാം പാഠം ഇന്നിവിടെ അവസാനിക്കുകയാണ്. അപ്പം എല്ലാവരും പാഠമൊക്കെ നന്നായി വായിച്ചു പഠിച്ച് മിടുക്കരായിട്ട് ഇരിക്കണം. അപ്പം നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം, കൈകൾ കൂപ്പാം, പ്രാർത്ഥിക്കാം. ഈശോയെ, ഇന്ന് ഈ ദിവസം മുഴുവൻ ഞങ്ങളുടെ കൂടെ ആയതിന് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി ഈശോയോട് മാധ്യസ്ഥം പ്രാർത്ഥിക്കണമേ. അമ്മേ, നിന്നോടെ തൃപ്പാദത്തിങ്കൽ കുഞ്ഞുങ്ങൾ ഞങ്ങൾ നിൽക്കുന്നു. കണ്ണീർ തൂകി വിളിച്ചിടും മക്കളെ അമ്മേ എന്നെന്നും കാത്തിടണേ. അമ്മേ, ഞങ്ങൾക്കു തുണയായെന്നും കൂടെ നിൽക്കണമേ. എന്നെന്നും ഞങ്ങളെ കാത്തിടണേ, എന്നെന്നും ഞങ്ങളെ കാത്തിടണേ. എല്ലാ കുഞ്ഞുമക്കളെയും ഈശോ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.